ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഒരു മോട്ടിവേഷനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് വിട്ടാലോ? ജീവിതത്തിൽ ഒട്ടും എനർജി ഫീൽ ചെയ്യുന്നില്ല. ജീവിതത്തിൽ എന്ത് സിറ്റുവേഷനിലെ കടന്നുപോലും ഒരു ജീവനില്ലാത്ത അവസ്ഥ, ഒരു കോൺഫിഡൻസ് ഇല്ല, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെവിടെ നോക്കിയാൽ നമ്മൾ ചെറുതായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും താഴെയായിട്ട് നിൽക്കുന്ന അവസ്ഥ. നമ്മളെപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും അവർ ജീവിക്കുന്നത് നമ്മളെക്കാൾ മെച്ചപ്പെട്ട ജീവിതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മനുഷ്യനാകാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ സീറോയിൽ നിന്ന് ഹീറോയിലോട്ട് പോയ ഒരുപാട് ആളുകളുടെ കഥ നിങ്ങൾക്ക് വായിക്കാനായിട്ട് വരും. നിങ്ങൾക്ക് അതിൽ വായിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് കുക്ക് ഓഫും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ജയിച്ചിട്ടുള്ള ആളുകളുടെ കഥകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പുതിയ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറം നടക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവണം. അതാണ് ആത്മവിശ്വാസം. ജീവിതത്തിൽ എല്ലാ മനുഷ്യരും എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആഗ്രഹിക്കുന്നത് കിട്ടുന്ന ജീവിതം. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം മറ്റുള്ളവർ പരാതി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നേടാനോ കൂടുതൽ ഇഷ്ടപ്പെടാനേ ഉള്ളൂ. ജീവിതത്തിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ് പല സാഹചര്യങ്ങൾ നമ്മുടെയാണുള്ളത്, പല സിറ്റുവേഷൻ നമ്മുടെയാണുള്ളത്. നമ്മുടെ പുറത്തുള്ളതിനെ കുറിച്ച്, അതായത് കംഫോർട്ട് സോണിന് പുറത്തുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്ന ആദ്യം നിർത്തുക. ഉള്ളത് വെച്ച് സർവൈവ് ചെയ്യാൻ ആദ്യം പഠിക്കുക. ഈ നിമിഷം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എക്സ്ക്യൂസുകൾ ചങ്ങല പൊട്ടിച്ചേർന്ന് നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. എന്തുകൊണ്ടാണ് എക്സ്ക്യൂസുകൾ നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് വലിക്കുന്നതെന്നും എങ്ങനെ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും? ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും, ഒരുപാട് തിരിച്ചടികളുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ ഇതെല്ലാം നിങ്ങളെ എക്സ്ക്യൂസുകൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഒന്നും ഓർക്കുക, നിങ്ങളിപ്പോൾ ആരാധിക്കുന്ന ഓരോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഇതേ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ എം.എ. ഉസ്മാനി ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാരണന്മാരുടെ സമ്പത്ത് കൊണ്ടാണ്. അദ്ദേഹം പഠിത്തത്തിൽ ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് കഠിനാധ്വാനവും തൻ്റെ മനസ്സിലുള്ള ആഗ്രഹത്തെ ഫോക്കസ് ചെയ്യാണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ആമസോൺ എന്ന് കേൾക്കാത്തവരെ ആരും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് പോയാലും ആദ്യം ഗൂഗിൾ ആർട്സ് കൊണ്ടുവരുന്ന ഒരു ആർട്സാണ് ആമസോണിൻ്റെ. അപ്പോൾ ആമസോണിൻ്റെ സ്ഥാപനത്തെ പറ്റി ജെഫ്രി കോട്ടൺ എന്ന ഫോട്ടോഗ്രാഫർ പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ തോറ്റുവെന്ന് കരുതിയ 1993 താൻ പകർത്തിയ ആ ഒരു ചിത്രം കണ്ടു നോക്കിയാൽ മതി. ഒരു വെള്ള ക്യാൻവാസ് 150 ml സ്പ്രേ പെയിന്റ് കൊണ്ട് എഴുതിയ തൻ്റെ കമ്പനിയുടെ പേരും, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുളച്ചു പൊന്താത്ത ആ കാലത്ത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് അത് ഓൺലൈനായി വിൽക്കുന്ന ഒരു കൗമാരപ്രായക്കാരൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഒരു കൊമേഴ്സ്യൽ ലൈസൻസ് പോലും ഇല്ലാതെ തന്റെ പഴയ കാർ ഷെഡിൽ 3 ആളുകളുമായി തുടങ്ങിയ കമ്പനിക്ക് അധികം ഭാവിയില്ലെന്ന് പലരും വിധിയെങ്കിലും തോറ്റു തുടങ്ങിയത് കൊണ്ടാവണം വിജയം തന്റെ പാതയിൽ വരുന്നതുവരെ അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ലോകോടീശ്വരന്മാരുടെ പട്ടികയിൽ 2ാം സ്ഥാനം അലങ്കരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോണിന്റെ സ്ഥാപനമായ ജെഫ് ബെസോസ്. അതുപോലെ തന്നെ എഴുതാനോ വായിക്കാനോ നട്ട് ഉച്ചരിക്കാനൊന്നും അറിയാതെ തന്റെ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്ന 15-കാരനോട് അവന്റെ പ്രധാന അധ്യാപകൻ ഒരു കാര്യമില്ല, ഒന്നുകിൽ നീ ജയിലിലാവും അല്ലെങ്കിൽ നീ കോടീശ്വരനാവും. രണ്ടാമത് പറഞ്ഞാൽ സംഭവിച്ചു. ലോകത്തിലെ എണ്ണം പറഞ്ഞ സഹസ്ര കോടീശ്വരന്മാരിൽ ഒരാളായി ഇന്ന് ഇന്ത്യ അടക്കമുള്ള 121 രാജ്യങ്ങളിൽ വേരോട്ടമുള്ള വിർജിൻ ഗ്രൂപ്പിന്റെ സ്ഥാപന റിച്ചാർഡ് ബ്രാൻസൺ പലതവണയായി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എവരി ട്രൈഡ് എവരി ഫെയിൽ, നോ മാറ്റർ ട്രൈ അഗെയിൻ ഫെയിൽ ഈസ് ബെറ്റർ എന്നാണ്. കേൾക്കുന്നവർക്ക് ഇതൊരു നേരമ്പോക്കാണെങ്കിലും അത് നേരം കളഞ്ഞാലും നമുക്ക് നിന്ന് പഠിപ്പിച്ചു തരുന്ന ചിന്തയിലേക്കുള്ള ആത്മവിശ്വാസത്തിലേക്കുള്ള ഉയർത്തുന്നതിനുമാണ്. 2012 വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ അങ്ങ് ജമൈക്കയിൽ ഒളിമ്പിക്സിന്റെ കൊടിയുയർന്നപ്പോൾ 200 മീറ്റർ ഓട്ട മത്സരത്തിൽ ഒരു 15-കാരനുണ്ടായിരുന്നു. സ്കൂളിന് വേണ്ടി ഓട്ട മത്സരം നടത്തിയാൽ പൊതിച്ചോറ് നൽകാമെന്ന കരാറിലാണ് അവൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. പൈകെ തുണി കൊണ്ട് തുന്നിച്ചേർത്ത ബൂട്ട് തെറ്റായ വിധത്തിൽ ധരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തി അവനെ നോക്കി കൂടെയുള്ള മത്സരാർത്ഥികളും മത്സരം കാണാൻ വന്നവരും ഒരു നിമിഷത്തേക്ക് അവന്റെ ആത്മവിശ്വാസം കെടുത്തിയെങ്കിൽ ലക്ഷ്യം ഫിനിഷിംഗ് പോയിന്റ് ആണെന്ന് അറിഞ്ഞോടെ അവൻ ഓടിത്തുടങ്ങി. ഇന്ന് ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചൈ തലപ്പത്തിരുന്ന് വരിക്കുന്ന ഗൂഗിളിൽ അതിലേക്ക് ഈ ബോളിലെ അക്ഷരങ്ങൾ നുള്ളിപ്പറക്കി ലോകത്തിലെ ഏറ്റവും വേഗതയിലെ ഓട്ടക്കാരൻ ആരാണ് സെർച്ച് ചെയ്താൽ 9.14 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ പിന്നിട്ട ജമൈക്കക്കാരനായ ഹുസൈൻ ബോൾട്ടിന്റെ പേരാവും മുൻപന്തിയിലുണ്ടാവുക.
അല്ലേലും പണ്ടാര പറഞ്ഞതുപോലെ താൻ പകുതി തമ്പുരാൻ പകുതിയാണ്. വൈകുന്നേരങ്ങളിൽ എപ്പോഴും എത്തുന്ന തിരക്കേറിയ ട്രെയിനിൽ പിടിച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കഥയുണ്ട്. തന്റെ യാത്രയിൽ എപ്പോഴോ തനിക്ക് തോന്നിയ ആശയം യാഥാർത്ഥ്യമാക്കാൻ കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഫീസ് വരാന്തകളിൽ ദിവസങ്ങളോളം ചിലവഴിച്ച അദ്ദേഹത്തിന് റിജക്ഷൻ സീലുകളല്ലാതെ എടുത്തു പറയാൻ ഒരു നേട്ടവും ഉണ്ടായിരുന്നില്ല. പഠിച്ചെടുത്ത സർട്ടിഫിക്കറ്റുകളും എരിഞ്ഞു തീരാത്ത ആത്മവിശ്വാസം ചുമന്ന് തൻ്റെ ഫ്രണ്ടിനൊപ്പം ഒരു യാത്ര നടത്തുന്നു. ഇനി എപ്പോഴെങ്കിലും നീളൻ ഹെഡ്സെറ്റോ എയർപോളോ കാതിലേക്ക് തിരികെ ഇഷ്ടഗാനങ്ങളിലേക്ക് മുഴുകുമ്പോൾ സെറ്റ് ലേബലിൽ ബോട്ടെന്ന് കണ്ടാൽ അമാൻ ബുക്തി എന്ന പ്രതിഭാശാലിയെ കൂടി ഒന്ന് ഓർക്കണം. മുംബൈയിലെ ഒബ്രെ ഹോട്ടലിന് മുന്നിൽ നടപ്പാതി ദിവസങ്ങളോളം കിടന്നുറങ്ങിയ ഒരു നീളം മുള്ളിയുള്ള പയ്യന്റെ കഥയുണ്ട്. മുംബൈ ഫിലിം സിറ്റിക്ക് മുന്നിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടന്ന അവന് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് വെറും 1200 രൂപ മാത്രമായിരുന്നു. സിനിമ ടോക്കീസിന് ഓഡീഷന് പോയി മുംബൈ സിറ്റിയിൽ സമയം ചിലവഴിച്ച അദ്ദേഹത്തെ തേടി ഒടുവിൽ സീരിയൽ അവസരമെത്തുന്നു. പട്ടാളക്കാരന്റെ വേഷമിട്ട് തുടക്കം കുറിച്ച അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കുന്നു. ഇന്നൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ആക്ഷൻ ജസ്റ്ററിന് പോലും ലോകത്ത് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാറുഖ് ഖാൻ മാത്രമായിരിക്കും. 2012 ഇംഗ്ലണ്ടുമായുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ഫിറ്റ്നസ് ടെസ്റ്റിൽ ഒരു 33-കാരൻ പരാജയപ്പെടുന്നു. ഇനി താൻ ക്രിക്കറ്റിലേക്കില്ലെന്നും തന്റെ കരിയർ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇന്ത്യൻ ടീമിന്റെ കോച്ച് രവിശാസ്ത്രക്ക് കത്തെഴുതി അദ്ദേഹം നാടുവിടും. പാകിസ്ഥാനിന് മുൻപിൽ ഇന്ത്യയെ താഴ്ത്തിയവൻ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മുദ്രകുത്തിയപ്പോൾ ഗാർഹിക പീഡനം നടത്തിയെന്നതിന്റെ പേരിൽ ഭാര്യ ഫയൽ ചെയ്ത കേസ് ഉറക്കം കളഞ്ഞപ്പോൾ ആത്മഹത്യയാമെന്ന് തീരുമാനിച്ചു. എന്നാൽ 11-ാം നമ്പർ ജേഴ്സിക്കാരനായ റൈറ്റ് ആൻഡ് ഫാസ്റ്റർ ബോളറുടെ കഥ അവിടെ തീരുന്നില്ല. ഇന്ന് അദ്ദേഹം ഓരോ തവണ ബോളറായി എത്തുമ്പോഴും ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾക്കും ഒരു പ്രതീക്ഷയാണ്. ഇന്ന് വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനായി തന്നെ തിരിച്ചറിയുന്ന കാലം വരുമെന്ന് വിശ്വസിച്ച അദ്ദേഹം വേറെ ആരുമല്ല, മുഹമ്മദ് ഷാമി. നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ ചുവപ്പും പച്ചയും തിരിച്ചറിയാത്തതിന്റെ കണ്ണുകൊണ്ട് നിനക്കൊരിക്കലും സിനിമ പിടിക്കാൻ പറ്റില്ല. ലണ്ടൻ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി തന്റെ അച്ഛന്റെ പഴയ ക്യാമറ ഉൽപ്പാദത്തെ ചില ഷോർട്സുകൾ തന്റെ അധ്യാപകരെ കാണിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണെന്ന്. അന്ന് കോളേജ് ഗ്രൗണ്ടിൽ ക്യാമറ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ പയ്യനൊരു തീരുമാനമെടുക്കുന്നു. നീ എന്തൊക്കെ വന്നാൽ താൻ സിനിമ പിടിക്കും. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം വലുതാണെന്നറിഞ്ഞിട്ടും തന്റെ കുറവുകൾ ഭാവിയിൽ ഒരു ചോദ്യമായി മാറുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആ പയ്യൻ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു. ഇന്ന് ഒരൊറ്റ സ്ക്രീനിൽ ആശയങ്ങൾ കുത്തിനിറച്ച സിനിമ കാണുന്നെത്തുന്നവരുടെ തലച്ചോറ് ടെസ്റ്റുകൾ പരീക്ഷിച്ച് ഇന്ന് ഓസ്കാറിനും ഹോളിവുഡ് ഗോൾഡൻ അവാർഡ്സിനും മുത്തമിട്ട അദ്ദേഹം വേറെ ആരുമില്ല, ക്രിസ്റ്റഫർ നോളൻ. നിങ്ങൾ മുട്ടാത്ത വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും തുറക്കില്ല. നിങ്ങൾ ശ്രമിക്കാത്ത കാലത്തോളം വിജയം നിങ്ങളെ തേടി വരികയും ചെയ്യില്ല. രാമേശ്വരങ്ങൾ തെരുവോരെങ്കിലും പത്രം പിന്നാണെന്ന പയ്യൻ പിന്നീട് ഇന്ത്യക്കാരമായി സ്വപ്നം കാണാൻ പഠിപ്പിച്ച് എയർ ഇന്ത്യ സർവീസിലും ISROയിലും ഒരുപാട് സംഭാവനകൾ നൽകി പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നില്ല സ്വപ്നം, നിങ്ങളെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഞാനിപ്പോൾ ഒരുപാട് പേരുടെ ജീവിതകഥകൾ പറഞ്ഞു, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ കഥകൾ അറിയാമായിരിക്കാം. അവർക്ക് ഒരുപാട് പ്രതിസന്ധികളെ തടഞ്ഞതാണ് മുമ്പോട്ട് പോയത്. അവരുടെ തടസ്സങ്ങളെ പുതിയ അവസരങ്ങളാക്കി മാറ്റി. എൻ്റെ ലോകത്ത് എക്സ്ക്യൂസുകൾക്ക് സ്ഥാനമില്ലാന്ന് പ്രൂവ് ചെയ്തു. നമ്മൾ എന്തുകൊണ്ടായിരിക്കും എക്സ്ക്യൂസ് പറയുന്നത്? ഒരുപാട് കാരണമുണ്ടാവും. തോൽക്കുന്നത് വഴി ആത്മവിശ്വാസമില്ലായ്മ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നാട്ടുകാർക്ക് മുഴുവൻ കുട്ടികളാണെന്ന് വിട്ടുകൊടുത്തിട്ട് അത് വോട്ടിലിട്ട് തീരുമാനിക്കേണ്ടതല്ല. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ ജീവിതം ജീവിക്കണം നിങ്ങളുടെ തീരുമാനത്തിലാണ്. അല്ലാതെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും പറഞ്ഞാണെന്ന ഒരാളും ഇതുവരെ സക്സസ് ആയിട്ടില്ല. സക്സസ് ആയമാരില്ല. ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ സ്വന്തം നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കിടക്കുന്ന ആളുകൾ തുടക്കത്തിൽ അസൂയോടെ വെറുപ്പോടെ പരിഹസിച്ച് അവസാന അമ്മമാരെ നമ്മൾ വിജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെ കൊടുക്കും. നിങ്ങൾക്കറിയാലോ, ജീവിതം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും നമ്മളാണെന്ന പരിഹാരത്തിന് പുതിയ പ്രശ്നം ഉണ്ടാവും. ദാറ്റ്സ് ലൈഫ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരെയായിക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിലും ഒരുപാട് നല്ല വീഡിയോസുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ.